അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമദാനിന്റെ ഏറ്റവും വിശിഷ്ടമായ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. 1000 മാസങ്ങളെക്കാൾ പവിത്രതകളുള്ള, അള്ളാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന, എല്ലാ കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന പവിത്രമായ രാത്രി എന്നാണ് ലൈലത്തുൽ ഖദറിനെ പരിചയപ്പെടുത്തുന്നത്. അതാവട്ടെ ആകാശത്തിലുള്ള മാലാഖമാർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുമായി വിശ്വാസിയെ തേടിയെത്തുന്ന രാത്രിയാണ്. നേരം പുലരുന്നതുവരെ അത് വിശ്വാസിക്ക് ശാന്തതയാണ്, സമാധാനമാണ്. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വന്നുപോയതും കഴിഞ്ഞുപോയതുമായ ഇനി വരാനുള്ളതുമായ സകല പാപങ്ങളെയും പൊറുത്ത് അള്ളാഹു അവനെ പവിത്രീകരിക്കുന്നതിന് സഹായിക്കുന്ന പരിശുദ്ധമായ രാത്രി. ഇനിയുള്ളത് 3 രാത്രികൾ കൂടിയാണ്. ഏതെങ്കിലും ഒരു രാത്രിയിലേക്ക് മാത്രമായി ലൈലത്തുൽ ഖദറിനെ നമ്മൾ ചുരുക്കേണ്ടതില്ല. അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ ഏതുമാകാം എന്നാണ് പ്രവാചകൻ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ മനുഷ്യൻ ആത്മാർത്ഥമായി വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, മുൻകഴിഞ്ഞുപോയതും വരാനുള്ളതുമായ സകല പാപങ്ങളെയും പൊറുക്കപ്പെടുന്ന രീതിയിൽ അവൻ അനുഗ്രഹിക്കുന്ന രാത്രിയായി അത് മാറുമെന്ന് വിശേഷിപ്പിക്കുന്നത് തികഞ്ഞ വിശ്വാസത്തിലും അള്ളാഹുവിന്റെ പ്രതിഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും അതിനെ വരവേൽക്കാൻ വിശ്വാസി ഒരുങ്ങുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, പ്രായശ്ചിത്തത്തിലൂടെ, ആത്മാർത്ഥമായ ഖേദബോധത്തിലൂടെ അള്ളാഹുവിലേക്ക് മടങ്ങാനും അവനെ വഴങ്ങാനുമുള്ള മനസ്സിന്റെ പൂർണ്ണമായ തയ്യാറെടുപ്പിലൂടെ ജീവിതത്തെ നവീകരിക്കുകയും വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി കൊതിക്കുകയും ചെയ്യുക എന്നതാണ് ഈ രാത്രിയോട് നമ്മൾ നിർവഹിക്കേണ്ടുന്ന നീതി എന്ന് പറയുന്നത്. മനുഷ്യനിലെ ഏറ്റവും വലിയ മാറ്റത്തിന്റെ തുടക്കം അവനിൽ അനുഭവപ്പെടുന്ന ഖേദബോധമാണ്. അഥവാ തൗബയുടെ തുടക്കം പോലും അതാണ്. മനുഷ്യന് ചെയ്തുപോയ കാര്യങ്ങളിൽ ഒരു ഖേദം തോന്നുക, അത് വേണ്ടായിരുന്നു എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഇനി അതിലേക്കില്ല എന്ന് പ്രതിജ്ഞയെടുക്കാൻ മനസ്സിന് കഴിയുക. മനുഷ്യരുമായോ മാലോകരുമായോ ഇടപാടുകളിലോ വ്യവഹാരങ്ങളിലോ ബന്ധങ്ങളിലോ സമ്പർക്കങ്ങളിലോ വരുത്തിയ വിനകൾക്ക് നമ്മൾ പൊരുത്തപ്പെടിക്കുക. അങ്ങനെയുള്ള കറകൾ നീക്കിക്കളയുക. അള്ളാഹുവിന് മാത്രമാണ് നമ്മളെ സഹായിക്കാൻ കഴിയുക എന്ന ഉറച്ച ബോധ്യമുണ്ടാവുക. റബ്ബിലേക്ക് ആത്മാർത്ഥമായി മടങ്ങുക. ഇതൊക്കെ ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിന് നൽകുന്ന വഴിയും വെളിച്ചവും ചെറുതല്ല. ലൈലത്തുൽ ഖദർ ഒരവസരമാണ്. 1000 മാസങ്ങളുടെ പുണ്യം ഒരു രാത്രി കൊണ്ട് കൊയ്തെടുക്കുന്ന മഹത്തായ സൗഭാഗ്യം. മനുഷ്യന്റെ മനസ്സിനെ നവീകരിക്കാനും ശരീരത്തെയും ആത്മാവിനെയും അള്ളാഹുവിന് പൊരുത്തമുള്ളതാക്കാനും മനുഷ്യർക്കിടയിൽ മാന്യനായി മാറാനും നന്മകൾ കൊണ്ട് സ്വയം ജയിക്കാനും അവന് ലഭിക്കുന്ന ഉത്കൃഷ്ടമായ മുഹൂർത്തമാണ് ലൈലത്തുൽ ഖദർ. അള്ളാഹു ആ പരിശുദ്ധമായ രാത്രി കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.